ആളറിഞ്ഞുണ്ടോ? ഇറങ്ങി കളിക്കാൻ നിങ്ങൾ ഇറങ്ങി. ചേട്ടാ, കുറിഞ്ഞിക്കാട് പോകുന്ന വഴി. കുറിഞ്ഞിക്കാട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ കുറിഞ്ഞിക്കാട്. കുറിഞ്ഞിക്കാട്. ഈ സ്ഥലത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. എന്നെ വളർത്തിയ പള്ളിയിലെ അമ്മമാർ പറഞ്ഞതല്ലാതെ മറ്റെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ചുരുളയ്യാത്ത ഒരുപാട് രഹസ്യങ്ങളും അങ്ങേയറ്റം ഭീതിയും ഉളവാക്കുന്ന കുറിഞ്ഞിക്കാടിനെ പറ്റി. ഒരുപക്ഷെ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്നും കേട്ടതായിരിക്കാം ഞാൻ. എനിവേ, ഐ ആം ഹിയർ വൺസ് അഗെയിൻ, കുറിഞ്ഞിക്കാട്. വർഷങ്ങൾ എത്രയോ കടന്നുപോയിട്ടുണ്ടാവും. ഇതുവരെ എനിക്കിവിടെ വരണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ നാടിനെപ്പറ്റി പറഞ്ഞു കേട്ട കഥകളിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരങ്ങൾ എന്നെങ്കിലും കണ്ടെത്തണമെന്നുള്ളൊരു ആസക്തി എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു, ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽക്ക്. പക്ഷേ അന്നൊന്നുമില്ലാത്തൊരു ധൈര്യം തിരക്ക് പിടിച്ച നഗരത്തിലെ മടുപ്പിക്കുന്ന ജോലിയിൽ എവിടെയോ നിന്ന് എനിക്ക് കിട്ടി. ഒരുപാട് ചോദ്യങ്ങൾ തേടിയുള്ളൊരു യാത്രയാണ്. എൻ്റെ ഒപ്പം കൂട്ടിന് പേടിപ്പെടുത്തുന്ന ഒരുപാട് പഴങ്കഥകൾ മാത്രം. വഴിത്തറമന. എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ ഒരുപാട് ഓടിക്കളിച്ച് നടന്നിരുന്ന എൻ്റെ മന. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ പൂർവികരുടെയും സാമീപ്യം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവരിവിടെ എവിടെയെങ്കിലും എന്നെ കാത്ത് നിൽക്കുന്നുണ്ടെങ്കിലോ എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഈ ഒരു ജന്മത്തിൽ ഞാനിനി എത്ര കഷ്ടപ്പെട്ടാലും നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നായി വഴിത്തറമന മാറിയിരിക്കുന്നു. അതൊരു പക്ഷേ എൻ്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തം പരിശോധിച്ചാൽ ഞാനിതിൻ്റെ അവകാശിയായാൽ പോലും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നായി മാറി. അത്രയ്ക്കും മനോഹരമായിരുന്ന എൻ്റെ വഴിത്തറമന എങ്ങനെ ഇങ്ങനെ ആയി എന്നതിന് ഇവിടുത്തുകാർക്കൊന്നേ പറയാനുള്ളൂ. കരിനിഴൽ മൂർത്തി. കരിനിഴൽ മൂർത്തി പഴയ തറവാട്ടിലെ രഹസ്യമായി ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ഭയാനക സത്ത്. ഇത് നല്ലവരെ ഒരിക്കലും സഹായിക്കില്ല. അധികാരവും സമ്പത്തും നിലനിർത്താൻ ക്രൂരത ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ അനുഗ്രഹം ലഭിക്കുക. എന്നാൽ ഓരോ അനുഗ്രഹത്തിനും ഓരോ ജീവൻ്റെ വിലയുണ്ടായിരുന്നു. ഒരിക്കൽ ദൈവത്തിൻ്റെ ശക്തി ശയിച്ചെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ഗ്രാമത്തലവന്മാർ നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ദൈവത്തിനു പകരം കരിനിഴൽ മൂർത്തിയെ കുടിയിരുത്തി. അവർ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമത്തിലുള്ളവർ കരിനിഴൽ മൂർത്തിയോട് എന്തു പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ ഭരിക്കാനായി തുടങ്ങി. നാട്ടിലെ ആരോഗ്യവും കൃഷിയും സമ്പത്തും എല്ലാം പതിവിലും കൂടുതലായി മെച്ചപ്പെട്ടു. പക്ഷെ അപ്പോഴും ദൈവത്തിൽ തന്നെ വിശ്വസിച്ചിരുന്ന കുറച്ച് നാട്ടുകാർ കൂടി കരിനിഴൽ മൂർത്തിയെ വിശ്വസിക്കാൻ തുടങ്ങിയതോടുകൂടി കരിനിഴൽ മൂർത്തി തൻ്റെ യഥാർത്ഥ രൂപം പ്രകടമാക്കാൻ തുടങ്ങി. അത് വഴിത്തറ ഗ്രാമത്തിലെ നാശത്തിലേക്കുള്ള വഴിത്തിരക്കലായിരുന്നു. ദൈവത്തിൻ്റെ ശക്തി ശയിക്കുകയും കരിനിഴൽ മൂർത്തിയുടെ ശക്തി ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു. ഇരുളമ്പലം. കരിനിഴൽ മൂർത്തിയുടെ സാന്നിധ്യത്താൽ ദൈവത്തിനു പോലും ശക്തി നഷ്ടപ്പെട്ട ഒരമ്പലം. ഗ്രാമത്തിലുള്ള ഒരുപാട് പേർ തങ്ങളുടെ ഗ്രാമം വിട്ട് വേറൊരു ഗ്രാമത്തിലോട്ട് പോകുമ്പോഴും മറ്റു ചിലർ സ്വന്തം നാട് വിട്ടു പോവാതെ തങ്ങളുടെ അസ്തിത്വം നിറവേറ്റാൻ തങ്ങളുടെ പരമ്പരയെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നു.
പക്ഷേ നന്മയുടെ വഴിയിലായതുകൊണ്ട് മാത്രം വിതച്ച ഞാറ് കൊയ്ത് പട്ടിണി മാറ്റാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരാണ് അവരേറെയും. അതുമാത്രമല്ല, നിങ്ങളിവിടെ കാണുന്ന ഭംഗിയുള്ള നെൽപ്പാടങ്ങൾ ഒരിക്കലും കൊയ്യാനാവില്ല. ഭംഗി കൊണ്ട് മാത്രം ആകർഷിച്ച് കെണിയിലാക്കുക. ഇതും കരിനിഴൽ മൂർത്തിയുടെ മറ്റൊരു തമാശ. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ കരിനിഴൽ മൂർത്തിയുടെ ശക്തി ക്ഷയിക്കുന്നതും അവരാരാധിച്ചിരുന്ന ദൈവത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതും കാത്തിരിക്കുകയാണവർ. രക്തക്കാവ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒന്ന്. കരിനിഴൽ മൂർത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. പറയുമ്പോൾ ഒരു കാവ്, പക്ഷേ ഇവിടെ ഒരു പക്ഷികളുടെ ശബ്ദവും കേൾക്കാൻ കഴിയില്ല. ഒരു ജീവികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിശബ്ദത, ചുറ്റിനും നിശബ്ദത. എന്നെ ആരാ രക്ഷിച്ചേ? എനിക്ക് രക്തക്കവയിൽ വെച്ച് എന്താ സംഭവിച്ചേ? ഒരുപക്ഷേ എന്നെ രക്ഷിച്ച അയാൾ ദൈവമാണ്.